വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണോ പ്രാങ്കാണോ എന്നാ. എനിക്കറിയില്ല ലാലേട്ടാ. ഇതാണ് പ്രേക്ഷകരുടെ വിധി പ്രകാരം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണൊരു എന്താ പറയണ്ട, ഇത് ഈ ഗെയിം ഇങ്ങനത്തെ ഒരു ഗെയിമാണ്. പക്ഷെ എവിടെയോ പാളിപ്പോയിരിക്കുന്നു, അതാണല്ലോ. അതെ, ഇനി ആ പാളിച്ച എന്താണെന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് ആഗ്രഹത്തോടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്തിയത്. എന്തായാലും ഇത്രയും ദിവസം എന്നെ ഇവിടെ നിർത്തിയ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദി. ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ഏഷ്യാനെറ്റിന്, എൻ്റെ മോൾ ഷൈൻ, പ്രത്യേകിച്ച് ലാലേട്ടൻ. ഇത് പറയാതിരിക്കാൻ വയ്യ, കാരണം നമ്മൾ ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആകെ കൂടി ഞങ്ങൾക്ക് ആശ്വാസമുള്ള രണ്ട് ശബ്ദം മാത്രമാണ്. ഒന്ന് ലാൽ സാറിൻ്റെയും ഒന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെയും. അത് എത്ര വലുതാണെന്ന് നമുക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോഴേ അറിയാൻ പറ്റുമ്പോൾ താങ്ക് യു സോ മച്ച് സാർ. പിന്നെ സാറിന് ഇത്ര അടുത്ത് കാണാൻ പറ്റി. എല്ലാം എന്താണ് ബിഗ് ബോസ് വീടിനെ കുറിച്ച് പറയാനുള്ളത്? ആ വീട്ടിൽ കഴിഞ്ഞു പോവാന്ന് പറയുമ്പം ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നതിൽ മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വന്നതിന് ശേഷം ദേഷ്യം കുറഞ്ഞോ? ഞാനിത് റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഒരു പരിധിവരെ എനിക്കത് കുറയ്ക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്തായാലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്ര നാളത്തെ താമസം കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വിശ്വസിക്കാം. ഉറപ്പായിട്ടില്ല അല്ലേട്ടാ. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുക എന്നുള്ളത് തന്നെ ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ടൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ഇവിടെ എത്തി ഒരാളാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയത് പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. 27 വർഷം ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് ഉറപ്പായിട്ട് ഈ പ്ലാറ്റ്ഫോം തരുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അങ്ങേയറ്റം ഞാൻ ആദരവോടെയാണ് ഇവിടുന്ന് പോകുന്നത്. എല്ലാവരോടും, ജനങ്ങളോടും, ഇവിടെയുള്ള ഓരോ വ്യക്തികളോടും, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളോടും അകമഴിഞ്ഞ നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ആ വിശ്വാസം അപ്സരയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒരുപാട് സഹായിക്കട്ടെ. എല്ലാവിധ സ്നേഹത്തോടും പ്രാർത്ഥനയോടും. ഒരിക്കൽ കൂടി വീട്ടുകാരെ കാണാൻ പറ്റും. വീട്ടിലേക്ക് പോണോ? അപ്പം എന്തായാലും ഇത്ര നാളത്തെ ഒരു ജീവിതം അല്ലെങ്കിൽ അതിന്റെ ഒരു വീട്ടി കണ്ടിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. മക്കളെ, എടാ എനിക്ക് പോണ്ടാ. എന്തായാലും ഞാൻ ലാസ്റ്റ് വരും. എല്ലാവരും നന്നായിട്ട് കളിക്കുക. എനിക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ അഥവാ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഫുള്ള് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് എല്ലാ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ടേ പോകുള്ളൂ. സത്യം പറഞ്ഞ എവിക്റ്റായെന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്രീസായിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും സാരമില്ല. എല്ലാവരും നന്നായിട്ട് കളിക്കുക. ഞാൻ പുറത്തിരുന്ന് കാണും. എനിക്ക് എല്ലാവരും മിസ് ചെയ്യും. എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. അവിടെയുള്ള എല്ലാം എനിക്ക് മിസ് ചെയ്യും. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 25 പേരും നല്ലതാണ്. അല്ല, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്ക് തന്നെ ഫൈനൽ വരാൻ പറ്റട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു ഓൾ. ഓക്കെ, ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, പ്ലീസ്. എല്ലാവിധ പ്രാർത്ഥനകളും. താങ്ക് യു.